ഹലോ സബ്സ്ക്രൈബേഴ്സ്, ഞാൻ നേരത്തെ മാൽദീവ്സിലോട്ട് പോകുന്നൊരു വീഡിയോ ഇട്ടപ്പോൾ കുറച്ച് പേര് എന്നോട് ചോദിച്ചൊരു കാര്യമുണ്ട്. അളിയ ഏറ്റവും നല്ല ഫ്ലൈറ്റ് ഏതാ, അല്ലെങ്കിൽ ബ്രോ ഇതിനകത്ത് നമ്മൾ ചാർട്ട് ചെയ്യേണ്ടത് ടൈം എപ്പോഴാണ്, അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണ് അവിടെ പോകുന്നതിൻ്റെ ഫ്ലൈറ്റ് നമ്മൾ തിരഞ്ഞെടുക്കുന്നത് ചോദിച്ചായിരുന്നു. അപ്പോൾ എനിക്ക് നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും, ഇപ്പോൾ മാൽദീവ്സിലോട്ടല്ല, നിങ്ങൾ എവിടെ പോവുകയാണെങ്കിലും എനിക്ക് പറയാനുള്ള ഒന്ന് രണ്ട് കാര്യങ്ങളുണ്ട്. നിങ്ങൾ ഫ്ലൈറ്റ് ഏത് തിരഞ്ഞെടുക്കും എന്നുള്ള സമയത്ത് നിങ്ങൾ ആദ്യം ഗൂഗിളിൽ എങ്ങോട്ടാണോ പോകേണ്ടതെന്നുള്ളത് സെർച്ച് ചെയ്ത് നോക്കുക. അന്നേരം അവർ കുറേ ഫ്ലൈറ്റിൻ്റെ ഇത് തരും. അതായത് ഓരോ ഫ്ലൈറ്റിനും എത്ര ഡ്യൂറേഷൻ ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഏത് ഫ്ലൈറ്റിനാണ് ചീപ്പസ്റ്റ് ടിക്കറ്റ് എന്നൊക്കെ പറഞ്ഞിട്ട് ഗൂഗിളിനകത്ത് തരും. അതിനുശേഷം നിങ്ങൾ ഇതേ ഫ്ലൈറ്റ് കമ്പനിയാണ്, അപ്പം നിങ്ങളുടെ മനസ്സിനകത്ത് ഇതിനകത്തൊന്ന് പിക്ക് ചെയ്യുന്ന ഒരു 4-5 ഫ്ലൈറ്റ് കാണുമല്ലോ. അപ്പം ഈ 4-5 ഫ്ലൈറ്റിൻ്റെ കമ്പനിയുടെ, അതിൻ്റെ തന്നെ കമ്പനിയുടെ ആപ്പ് നിങ്ങൾ ഡൗൺലോഡ് ചെയ്തിട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് നോക്കണം. കാരണം ചില സമയത്ത് നിങ്ങൾ അല്ലാതെ, ഇപ്പം പൊതുവെ കുറച്ച് ആപ്പുകളുണ്ട്, അതിൻ്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല. ആ ആപ്പുകളിൽ കയറി നിങ്ങളാണെന്നുണ്ടെങ്കിൽ ഫ്ലൈറ്റിൻ്റെ ഒരു പ്രൈസ് ചെക്ക് ചെയ്യുമ്പം അതും ശരിക്കും ആ ഫ്ലൈറ്റ് കമ്പനി തന്നെ തരുന്ന ആപ്പിനകത്ത് അവർ വെച്ചേക്കുന്ന ഫ്ലൈറ്റിൻ്റെ ടിക്കറ്റിൻ്റെ റേറ്റിനേക്കാളും ഒരുപാട് കൂടുതലായിരിക്കും. മാത്രമല്ല അവർ തരുന്ന ചില ഫെസിലിറ്റീസും അമ്യൂണിറ്റീസും ഒന്നും ചിലപ്പോൾ നിങ്ങൾക്ക് അത്ര പെട്ടെന്ന് ഈസി ആയിട്ടോ അല്ലെങ്കിൽ ഫ്രീ ആയിട്ടോ ഒന്നും ചൂസ് ചെയ്യാൻ പറ്റിയെന്ന് വരത്തില്ല. പല ഫ്ലൈറ്റ് കമ്പനികളും ചിലപ്പോൾ നിങ്ങളൊരു വളരെ തുച്ഛമായ പൈസ ഒരു ഇച്ചിരി കൂടുതൽ കൊടുത്തു കഴിഞ്ഞാൽ ഒരുപാട് പ്രീമിയം ഫീച്ചേഴ്സൊക്കെ നിങ്ങളുടെ ആ ഒരു യാത്രയിൽ അവർ ഉൾപ്പെടുത്തും. ഇതൊന്നും ചിലപ്പം മറ്റ് ഫ്ലൈറ്റ് കമ്പനീസിൻ്റെ അതല്ലാത്തൊരു തേർഡ് പാർട്ടി ആപ്പിൽ നിന്ന് നിങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്ത് കിട്ടുമെന്ന് വിചാരിക്കേണ്ട. അപ്പോൾ ഈ കാര്യം നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കണം. ഏത് ഫ്ലൈറ്റിലാണോ പോകുന്നത് ആ കമ്പനിയുടെ തന്നെ ആപ്പിൽ കയറി നിങ്ങൾ തന്നെ സ്വയമേ ടിക്കറ്റ് ചെയ്യുന്നതാണ് നിങ്ങൾക്ക് ഏറ്റവും ലാഭം. വേറൊരു ഏജൻറ്റിനെ ഏൽപ്പിക്കുന്നതിനേക്കാളും വേറൊരു തേർഡ് പാർട്ടി ആപ്പ് നോക്കുന്നതിനേക്കാളും ഇതാണ് നിങ്ങൾക്ക് ഏറ്റവും ബെറ്റർ ആയിട്ടുള്ള ഓപ്ഷൻ. രണ്ടാമത്തെ കാര്യം നിങ്ങൾ ചിന്തിക്കേണ്ടതെന്ന് പറഞ്ഞാൽ, നിങ്ങളുടെ കയ്യിൽ ഒരു ബാങ്കിൻ്റെ പ്ലാറ്റിനം കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, ഇപ്പം ഡെബിറ്റ് കാർഡ് ആയാലും അല്ലെങ്കിൽ ചില ക്രെഡിറ്റ് കാർഡുകൾക്കായാലും ചില ഓഫേഴ്സ് ഉണ്ട്. അതായത് നമ്മൾ ഇൻ്റർനാഷണൽ എയർപോർട്ടുകളിൽ നമുക്ക് ലേ ഓവറിൻ്റെ സമയത്ത്, ഇപ്പോൾ ഒരു ഉദാഹരണത്തിന് നിങ്ങൾ മാൽദീവ്സിലേക്ക് വരികയെന്ന് വിചാരിച്ചു, ഇവിടെ ഇങ്ങോട്ട് വരണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞാൽ ലേ ഓവർ ഒരു വിഷയമല്ല എന്നുണ്ടെങ്കിൽ ഒരു 4.5 മണിക്കൂർ കൊണ്ട് അല്ലെങ്കിൽ 4.25 മണിക്കൂർ കൊണ്ട് നിങ്ങൾക്ക് തിരുവനന്തപുരത്ത് നിന്ന് മാൽദീവ്സിലോട്ട് എത്താം. എങ്ങനെ? ശ്രീലങ്കയിൽ നിർത്തിയതിന് ശേഷം. അപ്പോൾ ശ്രീലങ്കയിൽ നമുക്ക് ഏകദേശം ഒരു മണിക്കൂർ 1.5 മണിക്കൂർ ലേ ഓവർ കാണും. ഈ ലേ ഓവർ സമയത്ത് നിങ്ങൾക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പ്ലാറ്റിനം ഡെബിറ്റ് കാർഡ് ഉണ്ടെന്നുണ്ടെങ്കിൽ, പ്രത്യേകിച്ച് ഞാൻ ഉപയോഗിച്ചതെന്ന് പറഞ്ഞാൽ യൂണിയൻ ബാങ്കിൻ്റെയാണ്, അതവിടെ കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ഫുഡ് കിട്ടും. ഒരു 5 സ്റ്റാർ ലെവൽ ഫുഡും അതേപോലെ തന്നെ നിങ്ങൾക്ക് അവിടെ എത്ര നേരം വേണേലും ഇരിക്കാൻ പറ്റുന്ന ഒരു ലോഞ്ചും അതിൻ്റെ ആക്സസും എല്ലാം നിങ്ങൾക്ക് ഫ്രീ ആയിട്ട് അവിടെ കിട്ടുവാണ്. 1 രൂപ പോലും പൈസ മുടക്കുന്നില്ല. അപ്പം നിങ്ങൾക്ക് യാത്ര ചെയ്യേണ്ട സ്ഥലത്തേക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ഒരു കാർഡ്, അത് ഏതാണെങ്കിലും വിസയുടെ ആണെങ്കിലും മാസ്റ്ററിൻ്റെ ആയാലും, ചിലപ്പോൾ മിക്കവാറും പ്ലാറ്റിനം കാർഡുകൾക്കായിരിക്കും തരുന്നത്. ചിലപ്പോൾ അതിനേക്കാളും ബെറ്റർ ആയിട്ടുള്ള ഏതെങ്കിലും കാർഡ് നിങ്ങൾക്ക് ഉണ്ടെന്നുണ്ടെങ്കിൽ ആ കാർഡുമായിട്ട് നിങ്ങൾ യാത്ര ചെയ്യാൻ ശ്രമിക്കുക എന്നുള്ളതാണ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട രണ്ടാമത്തെ കാര്യം. സോ ഹാപ്പി ജേർണി.